ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഈ ചട്നിയിലേക്ക് പുതിനയിലയാണ് വേണ്ടത്. ഒരു ചെറിയ കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി ഒന്ന് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. പുതിനയിലയുടെ അത്രയ്ക്ക് വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി മതിയാവും. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ തൈരാണ്. നല്ല കട്ടത്തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ലൂസുള്ള തൈരാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്നി മൊത്തത്തിൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അഥവാ കട്ടത്തൈര് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ സാധാ തൈര് തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അതിൽ എക്സ്ട്രാ വാട്ടർ കണ്ടൻറ്റ് കളയുന്നത് നന്നാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1-2 പച്ചമുളക് എരിവിനനുസരിച്ച്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അല്ലെങ്കിൽ 3-4 എടുക്കാം. ഇനി ചെറിയ 2 കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് നന്നാവും. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം സവാള കൂടെ ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ അതിന് മുമ്പ് തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. സവാള കൂടെ ചേർത്ത് അടിക്കുമ്പോൾ ഈ ചെറിയ ജാറായതുകൊണ്ട് മൊത്തത്തിൽ തൂറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു കഷ്ണം സവാള കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചട്നി തന്നെയാണിത്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ തന്തൂരി ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മിൻറ്റ് ചട്നി കിട്ടാറുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ സാൻഡ്വിച്ചൊക്കെ ഇത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് കൂട്ടിയിട്ട് സമൂസ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്